ഹലോ മച്ചമാരി, നമ്മൾ പുതിയൊരു മൂവി അപ്ഡേറ്റുമായി വന്നിരിക്കണം. വേറെ ഒന്നില്ല, നമ്മുടെ സൂപ്പർ സ്റ്റാർസ് നമ്മുടെ മലയാള സിനിമ വീണ്ടും ഒരു പഴയൊരു പ്രതാപത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കാരണം 2023 പകുതിയോട് കൂടിയിട്ടും 2024 സാക്ഷ്യം വഹിച്ചുകൊണ്ട്, കാരണം മലയാളത്തിൽ നമ്മളെ വിട്ടുപോയ അല്ലെങ്കിൽ എന്താ പറയുക ഒരിക്കലും തിരിച്ച് കിട്ടില്ല എന്ന് പറയുന്ന പല സൂപ്പർ താരങ്ങളും വീണ്ടും മടങ്ങി മലയാള സിനിമയിലേക്ക് വീണ്ടും തിരിച്ചു വരികയാണ്. ഇപ്പോൾ തന്നെ ഗംഭീരമായിട്ടുള്ള ഫീഡ്ബാക്കാണ് പലർക്കും വന്നിട്ടുള്ളത്. കാരണം നമ്മളന്ന് നമ്മുടെ മുമ്പിലുണ്ടായിരുന്നത് നമ്മുടെ മമ്മൂക്ക, ലാലേട്ടൻ, അതുപോലെ തന്നെ സുരേഷ് ഏട്ടൻ, ജയറാമേട്ടൻ, ദിലീപ്, ഈ 5 വ്യക്തികളാണ് പഴയൊരു സൂപ്പർ സ്റ്റാർ. നമ്മൾ 2020 എടുത്ത പോലെ തന്നെ ഇങ്ങനെ ഒരു പണ്ടേ മുതലേ ആരാധകർ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന അന്നത്തെ കാലത്തോട്ടുള്ള നമ്മുടെ ഒരു താരങ്ങൾ തന്നെയാണ്. കാരണം ഓരോ വ്യക്തിക്കും പല പല ഇഷ്ടങ്ങളായിരിക്കും. പക്ഷെ എല്ലാ താരങ്ങളും ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തികളുണ്ടാവും, അല്ലെങ്കിൽ അവൻ്റെ ഫാൻസിനെ മാത്രം ഇഷ്ടപ്പെടുന്ന വ്യക്തികളൊക്കെ ഉണ്ടാവും. എങ്കിൽ ഇപ്പോൾ നമ്മളെല്ലാവരും വരെ തിരിച്ചറിവുകളൊക്കെ ആഗ്രഹിച്ചിരുന്നു. കാരണം നമ്മുടെ മമ്മൂക്ക അന്നും നല്ലൊരു ഫോമിൽ തന്നെയാണ്. ലാലേട്ടൻ ഒരുപാട് കാലം അദ്ദേഹത്തിൻ്റെ ഒരുപാട് ചിത്രങ്ങൾ പരാജയപ്പെട്ടു, ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങി. എങ്കിൽ പോലും 2023 അവസാനിക്കുമ്പോൾ നേരെന്ന് പറയുന്ന ചിത്രത്തിലൂടെ തന്നെ തിരിച്ചറിവ് വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇനി ഇറങ്ങാൻ പോകുന്ന അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ പോലും ഗംഭീരമായിട്ടുള്ള ഫീഡ്ബാക്ക് വരാൻ ചാൻസ് ഉള്ള ചിത്രങ്ങൾക്ക് തന്നെയാണ് ലാലേട്ടൻ്റെ ലൈനപ്പായി നോക്കിയാലും. അതുപോലെ സുരേഷ് ഏട്ടൻ നമ്മുടെ പാപ്പ എന്ന് പറഞ്ഞ ചിത്രത്തിലൂടെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഇനി വരാൻ പോകുന്ന ചിത്രമുണ്ട് GSK. അതുപോലെ തന്നെ ഒരുപാട് ചിത്രങ്ങൾ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അങ്ങനെയുള്ള ചിത്രത്തിലൂടെ തന്നെ അദ്ദേഹം തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. ജയറാമേട്ടൻ എബ്രാം മൂസിലൂടെ തിരിച്ചു വന്നു. നമ്മുടെ ദിലീപേട്ടൻ ഫോമിൽ അല്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ വരവ് അറിയിച്ചിട്ടുണ്ട്. ഇനി തങ്കമണി എന്ന് പറഞ്ഞ ചിത്രത്തിൽ ഗംഭീരമായ പ്രകടനമൊക്കെ കാഴ്ചവെക്കുന്നൊക്കെയാണ് പലരും പറയുന്നത്. നമുക്ക് എന്തായാലും കണ്ട ശേഷം എന്തായാലും നമ്മുടെ ദിലീപേട്ടൻ തിരിച്ചുവരവ് തന്നെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ സൂപ്പർ സ്റ്റാറിൻ്റെ ചിത്രങ്ങൾ റിലീസ് ചെയ്യാൻ വേണ്ടി പോകണം. അതായത് നമ്മുടെ ഈ ജനുവരി തൊട്ട് ഡിസംബർ വരെയും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരുപാട് നമ്മുടെ ഇഷ്ടതാരങ്ങൾ ചിത്രങ്ങൾ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ക്ലാസ് പ്ലസ്, മാസ്, ആക്ഷൻസ്, ലവ് അങ്ങനെ തുടങ്ങിയ പല ട്രാക്കുകൾ നമ്മുടെ താരങ്ങളെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗംഭീരമായിട്ടുള്ളൊരു തിരിച്ചറിവ് തന്നെയാണ് നമ്മുടെ 2024 സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോകുന്ന കാര്യം യാതൊരു സംശയവുമില്ല. എന്നാലും നമ്മുടെ സൂപ്പർ സ്റ്റാർ ചിത്രങ്ങളൊക്കെ ഏതൊക്കെയാണ് നമുക്ക് റിലീസിന് പെട്ടെന്ന് നമുക്കൊന്ന് ഓടിച്ചു വിടാം. വേറെ നമ്മുടെ ജനുവരി 11 നമ്മുടെ ജയറാമിൻ്റെ തിരിച്ചറിവ് തന്നെ കാഴ്ചകളുണ്ട്. നമ്മുടെ എബ്രാം മൂസിൽ എന്ന് പറഞ്ഞ മൂവി തിരിച്ചെടുത്തിട്ട് നല്ല അഭിപ്രായം കൊണ്ട് മുന്നേറി പോയിരിക്കുകയാണ്. അതുപോലെ തന്നെ എനിക്കൊരു എവറേജ് അനുഭവമായിട്ട് മൂസിൽ തോന്നിയെങ്കിലും ജയറാമിൻ്റെ ഒരു തിരിച്ചറിവ് അദ്ദേഹത്തിന് പറ്റുന്ന രീതിയിൽ തന്നെ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. മലയാളത്തിലേക്ക് ഒരു കംബാക്ക് എന്ന് പറഞ്ഞ പോലെ തന്നെ ജയറാമിൻ്റെ സാന്നിധ്യം അവിടെ കണ്ടു. ഇനി തുടർച്ചയായിട്ടും മലയാളത്തിൽ ഇനിയും നല്ല ചിത്രങ്ങൾ ഉണ്ടാവട്ടെന്ന് ആശംസിക്കുന്നു. എങ്കിലും ജയറാമിൻ്റെ ഇനിയും മലയാളത്തിൽ സജീവമാവട്ടെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ലാലേട്ടൻ്റെ ചിത്രം. ലാലേട്ടൻ നമുക്കറിയാം കുറേ ലാലേട്ടൻ്റെ ഒരുപാട് ചിത്രങ്ങളൊക്കെ പരാജയപ്പെട്ടു. ഇത് 2023 അവസാനത്തോടു കൂടി തന്നെ നമ്മുടെ നേരെന്ന് പറഞ്ഞ ചിത്രത്തിലൂടെ ലാലേട്ടൻ തിരിച്ചു വന്നു. കാരണം പഴയൊരു ലാലേട്ടനെ കണ്ട ഫാൻസുകാർക്കാണെങ്കിലും അല്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറയുന്ന നടനെ ആരാധിക്കുന്ന ഇഷ്ടപ്പെടുന്ന പല വ്യക്തികൾക്ക് പോലും ലാലേട്ടൻ തിരിച്ചു വന്നതിലാണ് നമ്മുടെ 2023 സമ്മാനിച്ചത്. അതുകൊണ്ട് ഡിസംബർ മാസം പ്രത്യേകതരം ഇഷ്ടം തന്നെ ഏതൊരു ആരാധനം ഉണ്ടാവും. ഇതാ ജനുവരി 25 നമ്മുടെ മലയക്കോട്ടൻ ബാലബൻ ചിത്രം റിലീസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന് പറയുന്ന ഡേറ്റടുത്ത് നമ്മുടെ ലാലേട്ടനെ കിട്ടുന്നു. ഇതൊരു പീരിയോഡിക്കൽ ഒരു ഫാൻസി ഡ്രാമയാണ് ചിത്രം കൊണ്ട് ഉദ്ദേശിച്ചത്. കാരണം വലിയ ഫാൻസിനുള്ള ആർപ്പുകൂടിയ കാര്യങ്ങളൊന്നും തന്നെ നമ്മുടെ ബാലവിൽ ഉണ്ടാവില്ലെങ്കിൽ പോലും ലാലേട്ടൻ്റെ ഗംഭീരമായിട്ടുള്ള ഒരു തിരിച്ചറിവ് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോകുന്ന ഒരു നല്ലൊരു മൂവി തന്നെയാണ് നമ്മുടെ മലയക്കോട്ടൻ ബാലവ്. നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ മമ്മൂക്കടെ നോക്കി കഴിഞ്ഞാൽ ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന രാഹുൽ സദാശിവനെ ഡയറക്ഷൻ ചെയ്യാൻ വേണ്ടി പോകുന്ന ഭൂതകാലത്തിൻ്റെ ഡയറക്ടറാണ് അദ്ദേഹം. അപ്പോൾ ബ്രഹ്മയുഗം റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഫെബ്രുവരി ഏകദേശം 15-16 തീയതിയാണെന്നാണ് ഏകദേശം കൺഫേം കിട്ടിയുള്ളത്. നമ്മൾ വരുന്ന ദിവസങ്ങൾ അതേക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. എന്നാലും ഫെബ്രുവരിയിൽ പ്രതീക്ഷിക്കാനാണ് ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ പോലെ ചിത്രം. ദിലീപേട്ടൻ്റെ തങ്കമണി എന്ന് പറഞ്ഞ മൂവി ഫെബ്രുവരിയിൽ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അതുപോലെ സുരേഷ് ഏട്ടൻ്റെ GSK, അതായത് ജാനകി VS കേരള പറഞ്ഞിട്ട് കേസിൻ്റെ ഒരു പഴയ പോലെ തന്നെ ചിന്താമണി കൊലക്കേസിലെ പോലെ തന്നെ വക്കീൽ കഥാപാത്രം പറഞ്ഞിട്ട് സുരേഷ് ഗോപി വരാൻ വേണ്ടി പോകുന്നത്. അത് ഗംഭീരമായ ചിത്രം റിലീസ് ചെയ്യാൻ വേണ്ടി ഒറ്റക്കൊമ്പ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അതുപോലെ തന്നെ നമ്മൾ സൂപ്പർ സ്റ്റാറുകൾ വന്നുകൊണ്ട് ജയസൂരിയുടെ കത്തനാർ എന്ന് പറഞ്ഞ മൂവി റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് നോക്കി കഴിഞ്ഞാൽ ആടുജീവിതം എന്ന് പറഞ്ഞ മൂവി ഏപ്രിൽ 10 വരെയാണ് റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫഹദ്വാസിൻ്റെ ആവേശം എന്ന് പറഞ്ഞ മൂവി ഏപ്രിൽ 11 റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ അത്രയേറെ താരങ്ങളൊക്കെ ഗംഭീരമായ ചിത്രങ്ങളൊക്കെ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു വർഷം തന്നെയാണ് 2024 എന്ന് പറഞ്ഞ വർഷം. നമ്മൾ ഒന്നുകൂടി ഒന്ന് ഓടിച്ചു നോക്കി പറയാൻ നമ്മുടെ ലാലേട്ടൻ മലയക്കോട്ടൻ ബാലബൻ അതുപോലെ തന്നെ ബെറോസ് എന്ന് പറഞ്ഞ ചിത്രം റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് ജനുവരി അതുപോലെ തന്നെ മാർച്ചിലാണ് റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ മമ്മൂക്ക എടുത്ത് നോക്കിയ നമ്മുടെ ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ ചിത്രം ഫെബ്രുവരിയിൽ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അതുപോലെ തന്നെ ടർബോ പറഞ്ഞ ചിത്രം മെയിൽ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. ദിലീപേട്ടൻ്റെ കാര്യം എടുത്ത് നോക്കുക ചിലപ്പോൾ തന്നെ ദിലീപിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഫാമിലി പാക്കേജ് കിട്ടാൻ വേണ്ടി പോകും തങ്കമണി എന്ന് പറഞ്ഞിട്ടുള്ള മൂവിലായിരിക്കും. ഒരു റിയൽ ലൈഫ് സ്റ്റോറിയാണ് അവിടെ എടുത്തു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ നടന്നുള്ള സംഭവം തന്നെയാണ്. കേരളത്തെ ഒരു വിധം നാണം കെടുത്തിയ സംഭവമായിരുന്നു അന്നത്തെ തങ്കമണി കേസ്. അപ്പോൾ തങ്കമണി റിലീസ് ചെയ്യാൻ വേണ്ടി പോകും ജനുവരിയിൽ അല്ലെങ്കിൽ ഫെബ്രുവരിയിലായിരിക്കും എന്നാണ് പുതിയ നമുക്ക് അപ്ഡേറ്റ് കിട്ടിയിട്ടുള്ളത്. ഫഹദ്വാസിൻ്റെ ഏപ്രിൽ റിലീസായിട്ട് വന്നിട്ടുള്ള ആവേശം എന്നാണ് മൂടെ പേര്. ഫഹദ്ലും ഇപ്പോൾ ജിത്തും മാധവാണ് ഇതിൻ്റെ ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം നമ്മുടെ രോമാഞ്ച് എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ഡയറക്ടറാണ് അദ്ദേഹം.
അപ്പോൾ അദ്ദേഹത്തിനായിട്ട് വീണ്ടും ഒന്നിക്കുകയാണ് ആവേശം എന്ന് പറഞ്ഞ മൂവിയിലൂടെ. അപ്പോൾ ഒരു കമ്പാക്ക് തന്നെ നമുക്ക് പ്രതീക്ഷിക്കുന്നു. ജയ്സൂർ കത്തനാർ എന്ന് പറഞ്ഞ മൂവി റിലീസ് ചെയ്യാൻ വേണ്ടി 3D മൂവിയാണ് കത്തനാർ. ഫസ്റ്റും സെക്കൻഡും 2 ഭാഗങ്ങളൊക്കെ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഏകദേശം 75 കോടിയോളം ചിലവഴിച്ചാണ് 2 ഭാഗങ്ങൾ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ചിത്രം റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എനിക്ക് തോന്നുന്നു മേ ബി ഏപ്രിൽ അല്ലെങ്കിൽ മെയ്യിലായിരിക്കും റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ടോവിനോ തോമസ് നമുക്കറിയാം മജീൻ്റെ 2ാം മോഷണം എന്ന ചിത്രം റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അവർ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഏകദേശം മെയ് മാസത്തിൽ നിന്ന് റിലീസ് ചെയ്യാൻ വേണ്ടി പോകും. വെക്കേഷനൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ള ടൈമിലാണ് റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നിട്ടുള്ളത്. അതുപോലെ തന്നെ എടുത്തു നോക്കുക നമ്മുടെ ടോവിനോ തോമസിൻ്റെ തന്നെ നടികർ തിലകം എന്ന് പറഞ്ഞൊരു മൂവി റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. മാർച്ചിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ മമ്മൂക്കയുടെ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ 2 ചിത്രം റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സുരേഷ് ചേട്ടൻ്റെ തന്നെ ഒറ്റക്കൊമ്പനാണെങ്കിലും ജാനകി വേസ് കേരള പറഞ്ഞ മൂവിയാണ് ഇനി റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഷൂട്ടിംഗ് കഴിഞ്ഞിരിക്കുന്ന ആ മൂവിയാണ്. അപ്പോൾ ഇത്രയൊക്കെ മൂവിയുടെ അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൽ നിങ്ങൾ ഏത് മൂവിക്കാണ് വെയിറ്റ് ചെയ്യുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അത് നമ്മുടെ ഇവിടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ പരിഗണിക്കുക. അതുവരെയും ബൈ ബൈ ഫ്രണ്ട്സ്.